ഞാൻ നിതിൻ. ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഇനി ആ പേടി വേണ്ട. ഓപ്ഷൻ ട്രേഡിംഗ് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പണം സമ്പാദിക്കണം, അങ്ങനെയുള്ള പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഈ വീഡിയോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു പ്രോഫിറ്റബിൾ ആയ ട്രേഡർ എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് പണം സമ്പാദിക്കുന്നു എന്നതിന്റെ മാത്തമാറ്റിക്കൽ സൈഡ് നോക്കാം. വിൻ റേറ്റ് എന്താണെന്ന് നോക്കാം. വിൻ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 ട്രേഡുകൾ കണ്ടക്ട് ചെയ്തു, അതിൽ നമ്മൾ എത്ര എണ്ണം വിജയിക്കാൻ പറ്റി എന്നുള്ളതിന്റെ അളവാണ്, ശതമാന കണക്കാണ് വിൻ റേറ്റ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 100 ട്രേഡുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ 40 എണ്ണം നമ്മൾ വിൻ ആയിട്ടുണ്ട്, 60 എണ്ണം ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വിൻ റേറ്റ് 40% ആയിരിക്കും. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ്, വിൻ പെർസെൻറ്റേജ് 40. റിസ്ക് ടു റിവാർഡ് റേഷ്യോ 1:3. ആവറേജ് വിൻ എമൗണ്ട് 3000. ആവറേജ് ലോസ് പെർസെൻറ്റേജ് 1000. അപ്പോൾ അതാണ് റിസ്ക് ടു റിവാർഡ് 1:3. നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ 1000 രൂപ നഷ്ടപ്പെടും, കിട്ടുമ്പോൾ 3000 രൂപ കിട്ടും. അപ്പോൾ അതാണ് റിസ്ക് ടു റിവാർഡ് റേഷ്യോ. നോക്കാം. അപ്പോൾ 100 ട്രേഡുകളിൽ 40 എണ്ണം നിങ്ങൾ വിൻ ആകുന്നു, 40 വിൻ പെർസെൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എത്രയാണ്? 3000 വെച്ച് 40 ട്രേഡ്. കാൽക്കുലേഷൻ എന്താണ്? 40 × 3000, 1,20,000. 60 ട്രേഡുകളിൽ നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുന്നു. ഓരോ ട്രേഡിൽ നിങ്ങൾ നഷ്ടം എത്രയാണ്? 1000 രൂപ. സോ 60 × 1000, 60,000. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ പ്രോഫിറ്റ് എത്ര ആയിരിക്കും? 1,20,000 മൈനസ് 60,000. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് 60,000. അപ്പോൾ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ ആദ്യം എടുക്കണം. ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് 6 ലക്ഷം രൂപയാണ്. അപ്പോൾ 6 ലക്ഷം രൂപ 100 ട്രേഡ്, ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 60,000 രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് 60,000 രൂപയാണ്. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നിങ്ങളെ സ്കില്ല് കൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞു? 10%. അപ്പം 10% ആണ് മന്ത്ലി ബയാസിൽ നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ക്യാപിറ്റലിന്റെ വ്യത്യാസം അനുസരിച്ച് നിങ്ങളുടെ റിട്ടേണിന്റെ അളവും വ്യത്യാസം ഉണ്ടാവും. ഈ കാൽക്കുലേഷൻ ഒരു പ്രോഫിറ്റബിൾ ആയ ട്രേഡർ എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ആവണേ എന്നുള്ള വ്യക്തമായിട്ടുള്ള മാത്തമാറ്റിക്കൽ സൈഡാണിത്. ഒരു പ്രോഫിറ്റബിൾ ആയ ട്രേഡറിന്റെ മാത്തമാറ്റിക്കൽ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളിവിടെ ഉണ്ട്. അത് ഞാൻ ഇവിടെ ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന്, റിസ്ക് കൺട്രോൾ. എന്താണ്? നിങ്ങളുടെ ക്യാപിറ്റൽ മൊത്തം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റിസ്ക് കൺട്രോൾ ചെയ്തിരിക്കണം. അത് പഠിക്കാനുള്ള വിഷയമാണ്. അങ്ങോട്ട് നമ്മൾ വീഡിയോയുടെ ബാക്കി കാണുമ്പോൾ മനസ്സിലാവും. 1. 2, പേഷ്യൻസ്. കറക്റ്റ് സെറ്റപ്പ് വെയിറ്റ് ചെയ്തിരുന്ന് കറക്റ്റ് ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പേഷ്യൻസ് ഉണ്ടാവണം. അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഈ വീഡിയോയുടെ ബാക്കി കാണും, അത് മനസ്സിലാവും. മൈൻഡ് സെറ്റ് ഓഫ് പ്രോബബിലിറ്റി. വിജയവും നഷ്ടസാധ്യതയും ഇൻവെസ്റ്റിങ്ങിൽ എപ്പോഴും ഉള്ളതാണ്. നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ലോസ് ഉണ്ടാവും, അതേപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ടാവും. ഇത് ഒരു ഗെയിമിന്റെ പാർട്ടാണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. അതാണ് മൈൻഡ് സെറ്റ് ഓഫ് പ്രോബബിലിറ്റി. റിസ്ക് റിവാർഡ് റേഷ്യോ. റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വിൻ റേറ്റ് കുറവായിരുന്നാലും, ഇപ്പൊ നമുക്ക് 100 ട്രേഡ് ചിലപ്പോൾ 80 എണ്ണം ശരിയാവാം, ചിലപ്പോൾ 60 എണ്ണം ശരിയാവാം, ഈവൻ 50-ന് താഴെ വന്നു കഴിഞ്ഞാലും മാത്തമാറ്റിക്സിനകത്ത് നോക്കിയല്ലോ 40% നിങ്ങൾക്ക് വിൻ റേറ്റ് ഉണ്ടെങ്കിലും റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോഫിറ്റബിൾ ആകാം. അതുകൊണ്ട് അതിന്റെ ഒരു വേറൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ് മാർക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത് എന്നുള്ള മാത്തമാറ്റിക്കൽ സൈഡ് നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് കോമ്പൗണ്ടിങ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ടേബിൾ. നോക്കിക്കോ. വീക്കിലി നമുക്ക് 1% ട്രേഡിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ മന്ത്ലി 4%. അത് 1 ഇയർ കോമ്പൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 3 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കോമ്പൗണ്ടിങ് വർക്ക് ആവുന്നു എന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. 3 ലക്ഷം രൂപ ആഴ്ചയിൽ 1% റിട്ടേൺ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ടത് 4,80,309 രൂപയാവും. ഇതൊരു അപ്രോക്സിമേറ്റ്ലി കണക്കാണ്. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റൂലായിരിക്കും. എങ്കിലും കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 4% ഒരു മന്തിൽ
നമ്മൾ നേരത്തെ നോക്കിയ മാത്തമാറ്റിക്സിൽ നമ്മൾ ROI 10%, മന്ത്ലി ROI എന്ന് പറയുന്നത് 4%. അപ്പൊ 4% നിങ്ങൾക്ക് മന്ത്ലി ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങളുടെ നഷ്ടസാധ്യതകളെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 4% ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 3 വർഷം കൊണ്ട് എത്ര ശതമാനം റിട്ടേൺ ആയിരിക്കും നിങ്ങളെ ക്യാപിറ്റലിൽ നിന്ന് ഉണ്ടാക്കണം? 472%. അത് ഈ ടേബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 3 ലക്ഷം രൂപ നിങ്ങളെ കയ്യിലുണ്ട്, അത് 3 വർഷം കൊണ്ട് എല്ലാ മാസവും നിങ്ങൾ 4% നിങ്ങളെ ക്യാപിറ്റലിന്റെ പുറത്ത് നിങ്ങൾ റിട്ടേൺ ഉണ്ടാക്കുകയാണ്, ROI. അങ്ങനെയാണെങ്കിൽ 3 വർഷം കൊണ്ട് ആ ക്യാപിറ്റൽ എത്രയായിട്ട് വളരും? 12,31,179 രൂപ. ഇത് 1% വീക്കിലി റിട്ടേണിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് 5% ആണെങ്കിലോ? ആ കണക്ക് ഒരു വലിയൊരു കണക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മാർക്കറ്റിൽ നിന്നൊരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോമ്പൗണ്ടിങ് ആണ്. അപ്പോൾ മാസം നിങ്ങൾക്ക് എത്ര ശതമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളെ സ്കില്ലാണ്. ബാക്കി മണി മാനേജ്മെന്റ് കൊണ്ടാണ് ക്യാപിറ്റൽ നമുക്ക് വളർത്താൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നത് എന്നതിൻ്റെയൊക്കെ മാത്തമാറ്റിക്കൽ സൈഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഗെയിം കളിക്കണമെങ്കിൽ എന്തൊക്കെ റൂൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിന്റെ ടേബിളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടോപ്പ് 6ഉം അതിന്റെ ആവശ്യകതകളും. ഒന്ന് ടെക്നിക്കൽ അനാലിസിസ്. എന്തിനാണ്? എൻട്രി എക്സിറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട്. ഓപ്ഷൻ കോൺട്രാക്ടിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തിനാണ്? സ്ട്രാറ്റജി സെലക്ട് ചെയ്യാനും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓപ്ഷൻ ട്രേഡിംഗ് എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ചെയ്യാനും സ്ട്രാറ്റജി തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിഷയമാണ് ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് ഓപ്ഷൻ. 3, ഓപ്ഷൻ സ്ട്രാറ്റജീസ്. ഓപ്ഷൻ സ്ട്രാറ്റജീസ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ച് സ്ട്രാറ്റജികൾ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ സ്ട്രാറ്റജീസ് അറിഞ്ഞിരിക്കണം. ഫണ്ടമെന്റൽസ് അറിഞ്ഞു കഴിഞ്ഞാലേ സ്ട്രാറ്റജീസ് പഠിക്കാൻ പറ്റുള്ളൂ. ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രാറ്റജീസ് പഠിക്കുന്നത്. 4, റിസ്ക് മാനേജ്മെന്റ് ആൻഡ് മണി മാനേജ്മെന്റ്. കോമ്പൗണ്ടിങ് ഗ്രോത്ത് നമ്മൾ നേരത്തെ കാൽക്കുലേഷൻ നോക്കിയതാണ്. അച്ചീവിങ് ഫിനാൻഷ്യൽ ഗോൾ ആണെങ്കിൽ റിസ്ക് മാനേജ്മെന്റും മണി മാനേജ്മെന്റും ഉണ്ടെങ്കിലേ നമുക്ക് ഇതിനകത്തുനിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിന്റെ മാത്തമാറ്റിക്കൽ സൈഡ് നേരത്തെ നോക്കിയതാണ്. 5, സൈക്കോളജി, റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. നമ്മളെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് സൈക്കോളജി. അപ്പം അതാണ് അടുത്ത ടോപ്പിക്ക്. അടുത്ത പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. ഇതൊരു ആക്ഷൻ സ്റ്റെപ്പാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാണ്. അപ്പം അതിന് എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഈ 6ാമത്തെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. ലാസ്റ്റ് ഒന്ന് 7, ജേർണലിംഗ് ആൻഡ് ട്രാക്ക് റെക്കോർഡ്സ്. ജേർണലിംഗ് നമ്മൾ എടുക്കുന്ന ട്രേഡുകളെല്ലാം ജേർണൽ ചെയ്യുക. ട്രാക്ക് റെക്കോർഡ്സ് നമ്മൾ കുറേ ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാലേ നമ്മളെ റെക്കോർഡ്സ് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ വിശദ വിവരങ്ങൾ അങ്ങോട്ട് ഈ വീഡിയോയുടെ ബാക്കിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജേർണലിംഗ് ആൻഡ് ട്രാക്ക് റെക്കോർഡ് കൊണ്ട് നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ട്രേഡിംഗ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് ഗെയിമിന്റെ റൂൾസ്. ഈ ഗെയിമിന്റെ റൂൾസ് പഠിക്കലാണ് നമുക്ക് മുമ്പോട്ടുള്ള കടമ്പ. എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് പണം സമ്പാദിക്കുന്നത്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നത്, എന്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു രൂപരേഖ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ സബ്ജക്റ്റിനെ കുറിച്ച്, എന്താണ് ഈ സബ്ജക്റ്റ് എന്നുള്ള ഒരു ചുരുക്ക വിവരമാണ് ഇനി അങ്ങോട്ടുള്ളത്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? മാർക്കറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ട് ടെക്നിക്കലി ഈ സ്റ്റോക്ക് എങ്ങോട്ട് മൂവ് ആവുമെന്ന് കണ്ടെത്താനുള്ള രീതിയാണ് ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിന്റെ മെയിൻ ഗോൾ എന്താണ്? നമുക്ക് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? മാർക്കറ്റിൽ പാസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺസ്, പ്രൈസും വോളിയവും വെച്ച് നമുക്ക് അനലൈസ് ചെയ്ത് ഫ്യൂച്ചർ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ മെയിൻ ഗോൾ. എങ്ങനെയാണ് ഒരു ടെക്നിക്കൽ അനലിസ്റ്റ് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നത്? ഒരു സയന്റിഫിക്കലി ഒരു വെതർ ഫോർകാസ്റ്റർ റെയിൻ, വിൻഡ്, ടെമ്പറേച്ചർ, അങ്ങനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പാറ്റേൺ വെച്ചിട്ട് നാളെ മഴ പെയ്യുമോ, എന്തായിരിക്കും വെതർ കണ്ടീഷൻസ്, അങ്ങനെ സയന്റിഫിക്കലി
കണ്ടെത്തുന്ന മെത്തേഡ് പോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ കണ്ടെത്തുന്ന രീതിയാണ് ടെക്നിക്കൽ അനാലിസിസ്. അടുത്തത് ബേസിക് ഓപ്ഷൻ ഫണ്ടമെന്റൽസ്. ഓപ്ഷൻ ട്രേഡിങ്ങിന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബേസിക് ഓപ്ഷൻ ഫണ്ടമെന്റൽസ് ആണ്. നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടുള്ള സ്ട്രാറ്റജികൾ മനസ്സിലാക്കണമെങ്കിൽ ഫണ്ടമെന്റൽസ് നന്നായിട്ട് കവർ ചെയ്തിരിക്കണം. ബേസിക് ഫണ്ടമെന്റൽസിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് പ്രൈസ്, എക്സ്പയറി ഡേറ്റ്, പ്രീമിയം, ഇൻട്രൻസിക് വാല്യൂ ആൻഡ് എക്സ്ട്രൻസിക് വാല്യൂ, പേ ഓഫ് ചാർട്ട്, ഓപ്ഷൻ ചെയിൻ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഓപ്ഷൻ ഫണ്ടമെന്റൽസ്. മൂന്ന്, ഓപ്ഷൻ സ്ട്രാറ്റജീസ്. വ്യത്യസ്ത മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച്, അതായത് ബുള്ളിഷ്, ബെയറിഷ്, റേഞ്ച് ബൗണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസിനനുസരിച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ട് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വ്യത്യസ്ത സ്ട്രൈക്ക് പ്രൈസിലോ ഒരേ സ്ട്രൈക്ക് പ്രൈസിലോ അല്ലെങ്കിൽ വ്യത്യസ്ത എക്സ്പയറിയിലോ ഒരേ എക്സ്പയറിയിലോ കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതാണ് ഓപ്ഷൻ സ്ട്രാറ്റജീസ്. എക്സാമ്പിൾ, ഓപ്ഷൻ സ്ട്രാറ്റജീസിന്റെ എക്സാമ്പിൾ ക്രെഡിറ്റ് സ്പ്രെഡ്, ഡെബിറ്റ് സ്പ്രെഡ്, കവേർഡ് കാൾ, ലോങ് സ്റ്റാഡിൽ, അതിന്റെയൊക്കെ സിമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഓപ്ഷൻ സ്ട്രാറ്റജീസ്. അടുത്തത് റിസ്ക് മാനേജ്മെന്റ് ആൻഡ് മണി മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യാനും സ്വന്തം ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ആണ് മണി മാനേജ്മെന്റ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കുറച്ച് വിഷയങ്ങൾ ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് വീഡിയോസിൽ കിട്ടും. അടുത്തത് സൈക്കോളജി. ഒരു ട്രേഡറിന്റെ മാനസികാവസ്ഥ, ഇമോഷണലി മെന്റലി ആയിട്ടുള്ള മാനസികാവസ്ഥ ട്രേഡിംഗ് ഡിസിഷനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ, ഹോപ്പ്, ഗ്രീഡ്, ഓവർ കോൺഫിഡൻസ് ഇതൊക്കെ ട്രേഡിംഗ് ഡിസിഷനെയും പെർഫോമൻസിനെയും ബാധിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ ഇതിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രേഡിംഗ് സൈക്കോളജി. അടുത്തത് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ. ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പിട്ടുള്ള പ്രീ പ്ലാനുകളാണ് ഇതിനകത്തുള്ളത്. ഒരു ബ്ലൂ പ്രിന്റ്, ആക്ഷൻ എടുക്കുന്നതിന് മുമ്പിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് പ്ലാനിങ്. എക്സിക്യൂഷൻ മീൻസ് നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത ബ്ലൂ പ്രിന്റ് ഓർഡർ പ്ലേസ് ചെയ്യണതും അതിനെ മാനേജ് ചെയ്യണതുമാണ് എക്സിക്യൂഷൻ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു എക്സാമ്പിളിന് എന്തൊക്കെയാണ് അതിനകത്ത് ടോപ്പിക്സ്: ടൈപ്പ് ഓഫ് ഓർഡേഴ്സ്, അസറ്റ് സെലക്ഷൻ, സ്ട്രാറ്റജി സെലക്ഷൻ, ബ്രോക്കർ ആപ്സ്, ചാർട്ടിംഗ് സോഫ്റ്റ്വെയർസ്, etc. ജേണലിംഗ് ആൻഡ് ട്രാക്ക് റെക്കോർഡ്സ്. എന്താണ് ജേണലിംഗ്? നമ്മൾ എടുക്കുന്ന ഇൻഡിവിജ്വൽ ട്രേഡ്സിന്റെ ഡീറ്റെയിൽ ലോഗാണ് ജേണലിംഗ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. ഇപ്പൊ ജേണലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് സമയത്ത് എൻ്റർ ആയി, എപ്പോൾ എക്സിറ്റ് ആയി, ഏത് സ്ട്രാറ്റജി തിരഞ്ഞെടുത്തു, ഏത് മാർക്കറ്റ് കണ്ടീഷൻ ആയിരുന്നു, നമ്മളെ ഇമോഷണൽ സ്റ്റേറ്റ് എന്തായിരുന്നു, നമ്മൾ എന്തുകൊണ്ട് ആ ഡിസിഷൻസ് എടുത്തു,
അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ജേണൽ ചെയ്ത് വെക്കുന്നതാണ് ജേണലിംഗ്. ട്രാക്ക് റെക്കോർഡ്സ്, നമ്മൾ ജേണൽ ചെയ്ത് വെച്ച ഡാറ്റ, ഇപ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജേണൽ ചെയ്ത ഡാറ്റ, അപ്പോൾ ആ ഡാറ്റ അനലൈസ് ചെയ്യുന്നതാണ് ട്രാക്ക് റെക്കോർഡ്സ്. വിൻ റേറ്റ്, വിൻ പെർസെൻറ്റേജ്, ടോട്ടൽ പ്രോഫിറ്റ്, ആവറേജ് വിൻ റേറ്റ്, കണ്ടിന്യൂസ് വിൻസ്, പ്രോഫിറ്റ് ഫാക്ടർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് ട്രാക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് നിന്ന് ട്രാക്ക് ചെയ്യാം. എത്ര ശതമാനം നമുക്ക് മന്ത്ലി റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും, ആവറേജ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് മന്ത്ലി നമ്മളെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് എത്ര റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റി, അങ്ങനെ ഡീറ്റെയിൽസ് നമ്മൾ ട്രാക്ക് ചെയ്യണത് റെക്കോർഡ്സിനകത്തു നിന്നാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത 7 സബ്ജക്റ്റും ടോപ്പിക് വൈസ് സീരീസ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും. ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.